ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സെഡസ്ത്ര ബോഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ എടുത്തുകൊണ്ട് വരുന്ന വഴിയാണ് ദേ കിടക്കുന്ന നമ്മുടെ ഐറ്റം. ഗൈസ്, ഇവനാണ് നമ്മുടെ സെഡസ്ത്ര ബോയ്. ഓക്കെ, അപ്പം നമ്മളിവനെ ഇപ്പം പ്രകാശിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന വഴിയാണ് ഗൈസ്. ഇനി നേരെ പോയി നമ്മുടെ ട്രെവർ മച്ചുവിൻ്റെ ഗ്യാരേജിൽ കൊടുത്ത് ഒന്ന് ഫുള്ള് ഫ്രണ്ടിൽ നമ്മുടെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ ചെറിയൊരു ഗ്രാഫിക്സ് വർക്ക് ഉണ്ട് ഫ്രണ്ടിൽ, അത് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അപ്പം ഫുള്ള് നമ്മുടെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലും. പിന്നെ ഏറ്റവും ബാക്കിൽ നമ്മുടെ എഡീഷൻ നെയിമായിട്ട് അതിൻ്റെ ഒരു ചെറിയ സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തോണ്ട് നമ്മുടെ ട്രെവറിൻ്റെ ഗ്യാരേജിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് നിങ്ങളെങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഗ്രാഫിക്സൊക്കെ നമ്മുടെ നെയിമും ഗ്രാഫിക്സൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഉള്ളൊരു ലുക്കും ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ടിൽ ചെറിയൊരു ഗ്രാഫിക്സ് വർക്കേ ഉള്ളൂ, നമ്മുടെ ബോണറ്റിലും പിന്നെ ലിപ്പിലും ഒക്കെ ആയിട്ട്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അപ്പം അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, അപ്പം നമുക്ക് നേരെ പോവാം. ഗൈസ്, ഒരു KSRTC പോകുന്നു. അയ്യോ, ഓക്കെ, നമുക്ക് കയറാനാന്ന് വിചാരിച്ച് അവൻ നിർത്തി ഗൈസ്. ഓക്കെ, അവനവിടെ നിർത്തി. ഇത് റിവേഴ്സിലൊക്കെ വരുന്നു ഗൈസ്. പെട്ടെന്ന് സ്ഥലം വിടാം, അവൻ വല്ല ഇടിക്കാൻ വല്ലതും വന്നതാണ്. ഓക്കെ, നമ്മളങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത് നമ്മുടെ KSRTC ഇത് ബാക്കിലേക്ക് വന്ന് മറ്റേ ചെറിയ വണ്ടിയെ ഇടിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ, എന്താണ് സംഭവം? ബ്രേക്ക് കിട്ടാത്തതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് ഗൈസ് ഇൻറ്റീരിയർ. നമ്മളൊരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവനവിടെ വീണ്ടും പണി കിട്ടി കിടക്കുവാണ് KSRTC ഗൈസ്. ഓക്കെ, അവനവിടെ കിടക്കട്ടെ, നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ. ജസ്റ്റ് ചെറിയൊരു സ്റ്റിയറിങ് കവറും ഒക്കെ കാര്യങ്ങളും ഒക്കെ ഇട്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഇൻറ്റീരിയറൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അണ്ണൻ്റെ ഗ്യാരേജിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെവറിൻ്റെ ഗ്യാരേജിലൊക്കെ എത്തി. നമ്മുടെ വണ്ടി കൊടുത്ത് പണിഞ്ഞൊക്കെ കഴിഞ്ഞു ഗൈസ്. നമ്മൾ ഇത്രയും നേരം ഇവിടെ ഇരിക്കുമായിരുന്നു. ഓക്കെ, നമ്മുടെ സ്റ്റിക്കർ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ പോവാണ് ഗൈസ്. 3, 2, 1 ഗോ ഗൈസ്. നമ്മളെ ടീ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫുള്ള് കണ്ടു ഗൈസ്. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സിൻസ്റ്റർ ആണ് എഡിഷൻ നെയിമൊക്കെ. നോക്കിയേ, സിൻസ്റ്റർ എന്നാണ് അടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു പയ്യൻ നമ്മുടെ ഗ്യാരേജിൽ കിടക്കും ഗൈസ്. സിൻസ്റ്റർ എന്നാണ് പുള്ളിയുടെ പേര്. പിന്നെ ബാക്കിലൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് സിൻസ്റ്റർ. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് ചെളിയൊക്കെ ആയി ഗൈസ്. നമ്മൾ പൊടിയൊക്കെ ഉള്ളൊരു റൂട്ടിൽ കൂടാണ് വന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഇതിന് കാരണം. നമുക്ക് എന്തായാലും ഒന്ന് വാഷ് ചെയ്യാതെ വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെയുണ്ട് കളറും ഗ്രാഫിക്സൊക്കെ ജസ്റ്റ് ചെറിയ നമ്മുടെ കൊമ്പയിലും പിന്നെ എൻജിൻ കവറയിലും നമ്മുടെ ലിപ്പിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരെ ചെക്കനെ പോയി ഒന്ന് വാഷ് ചെയ്തെടുക്കണം, കുളിപ്പിച്ച് സെറ്റാക്കി എടുക്കണം. നമ്മുടെ സ്ഥിരം വാഷിംഗ് സെൻറ്ററിലോട്ട് കൊണ്ടുപോകാം ഗൈസ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള. ഓക്കെ, അപ്പം നമുക്ക് നേരെ അവിടേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം നമ്മൾ അകത്തൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഡോറൊക്കെ തുറന്ന് ഇതാണ് നമ്മുടെ ഒരകത്തെ ഒരു വ്യൂ, നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ. ഫുള്ള് വെള്ള
സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി വെള്ളയാണ്ടാണ് ഗൈസ് കർട്ടനും വെള്ളം കൊടുത്തേക്കുന്നില്ല. നമ്മൾ നമ്മുടെ വണ്ടി ഗ്രാഫിക്സ് അടിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ATP കിട്ടിയില്ല, അതാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് അടിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്, നമുക്കൊന്ന് ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ ഗ്രാഫിക്സ് അടിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോസ് അണ്ണനെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ കഴിഞ്ഞിറക്കി. അപ്പം ഇതും നമ്മുടെ വണ്ടിയാണെന്നറിയാനായിട്ടൊരു അതുപോലെ തന്നെ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തതാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ സിൻസ്റ്റർ ബോയ്. ഓക്കെ, ബോസ് കഴിഞ്ഞു, അടുത്ത സിൻസ്റ്ററാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ നമ്മുടെ വാഷിംഗ് സെൻറ്ററിലോട്ട് അങ്ങ് പോവാം. ഓക്കെ, ആ ബസ് പോകുന്ന റൂട്ടിലാട്ടോ നമുക്കും പോകാനുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ വണ്ടിയാണോ അല്ലെങ്കിൽ നമ്മുടെ ബോസാണോ ഗ്രാഫിക്സ് അടിക്കേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടിക്ക് ഗ്രാഫിക്സ് അടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒക്കെ മിക്കവാറും അടിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബോസിനായിരിക്കും അടിക്കുക ഗൈസ്. ഓക്കെ, ബോസ് അണ്ണൻ അടിക്കാനാണ് 100-ൽ 75% ചാൻസ് ഗൈസ്. ഓക്കെ, കാരണം ഇപ്പോൾ ഇവനെ എടുത്ത് ഇവൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു നല്ലൊരു ഫണ്ട് പൊട്ടിയിട്ടിരിക്കുവാണ് ഗൈസ്. അതാണ് നമ്മൾ ഇവന് തന്നെ ഇവൻ്റെ ഇപ്പം ഒരു നല്ലൊരു ഫണ്ട് പൊട്ടിച്ച് ഇവനൊരു ഇതൊക്കെ ചെയ്ത് കൊടുത്തപ്പം ഇനിയും ഇവന് തന്നെ ഇതെല്ലാം ഇളക്കി ഗ്രാഫിക്സ് അടിക്കണമെന്ന് പറഞ്ഞൊരു ഇച്ചിരി സീനാവും, അതാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ വാഷിംഗ് സെൻറ്റർ എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് നമുക്ക് വണ്ടി കയറ്റാം. എന്നിട്ട് നമ്മുടെ മെഷീൻ വാഷ് കഴിഞ്ഞിറക്കാം ഗൈസ്. നമ്മൾ ഇന്ന് കഴുകുന്നില്ല, മെഷീൻ കഴുകിക്കുള്ളൂ. ഓക്കെ, പോട്ടെ നമുക്ക് റിവേഴ്സിൽ കയറ്റി അങ്ങിടാം. റിവേഴ്സിലെടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കയറ്റി അങ്ങിടാം. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ലുക്ക് നോക്കാം. നമ്മുടെ മണ്ടയ്ക്കത്തെ നമ്മുടെ നെയിം നമ്മൾ ബ്ലാക്ക് കളറാക്കി ചെയ്തിട്ടുണ്ട്. നമ്മുടെ മറ്റേ വണ്ടിക്ക് റെഡ് കളറാണ്, അത് ഇതിന് ബ്ലാക്ക് കളറാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ക്യാഷൊക്കെ കൊടുത്ത് വാഷ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ ചെക്കൻ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആഹാ, അടിപൊളി വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ വൈറ്റ് കളറല്ല, റെഡ് ഗ്രാഫിക്സ്. ഓഫ്, ചെക്കൻ ഇജാതി ലുക്ക്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി അവിടെ കൊണ്ടിട്ടൊന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, അപ്പം നമുക്കത് ഇതുവഴി തിരിച്ചുകൊണ്ട് പോകാം. ഇതുവഴി മറ്റിടത്തോടായിരുന്നു എളുപ്പം, എന്നാലും ഇതുവഴി കൊണ്ടിടാം നമുക്ക്. ഓക്കെ, ഇവിടെയൊക്കെ ഇട്ട് നമുക്കൊന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മുടെ ബോണറ്റൊക്കെ തുറന്ന് വെച്ചേക്കുമാണ്, നമ്മുടെ എൻജിനൊക്കെ കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വർക്ക്, നമ്മുടെ ക്യാബിൻ വ്യൂ. ഓക്കെ, ഇതിന് നമ്മൾ ലിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ട്രിപ്പൊക്കെ എടുക്കുന്ന സമയത്ത് അടിയും കാര്യങ്ങളൊക്കെ തട്ടുമോയെന്ന് ദൈവത്തിനറിയാം. ഓക്കെ, അങ്ങനെ തട്ടുമോ വല്ലതും ആണെങ്കിൽ പണി പാളി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ നമ്പറൊക്കെ അടിച്ചിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ടിൽ മാത്രമായിട്ട് അടിക്കാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് KL20D21. ഓക്കെ, നമ്മൾ ചുമ്മാ ഒരു നമ്പർ അങ്ങ് കൊടുത്തതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, അപ്പം ബൈ.